അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇട്ട വീഡിയോയ്ക്ക് ഒത്തിരി റീച്ച് കിട്ടി കേട്ടോ. ഒരുപാട് കമന്റ്സ് വന്നു, എനിക്ക് ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ചു. ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടിയതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ ഉണ്ണിയുടെ ഡൈനിങ് റൂം ആണ് കാണിക്കുന്നത്. ഉണ്ണി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്ന് എന്റെ വീട്ടിലെ ഡൈനിങ് റൂം സെറ്റ് ചെയ്യുന്നതാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. എന്റെ മനസ്സിൽ കുറച്ച് ഐഡിയാസ് ഉണ്ട്. ഞാൻ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഒരു മെഡിറ്ററേനിയൻ അല്ലെങ്കിൽ ഒരു മൾട്ടി കോസ്റ്റിംഗ്, കുറച്ച് ബ്ലൂ ക്യാൻഡിൽ ഹോൾഡേഴ്സ്, പിന്നെ കുറച്ച് ലെമൺ യെല്ലോ ലെമൺ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ടേബിൾ സെറ്റ് ചെയ്യുന്നത്. ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. അറിയില്ല, നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അറിയാം അത് കൂടുതലാണോ കുറവാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കുറച്ച് വൈറ്റ് ചീസ് ക്ലോത്ത് ആണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ആരെങ്കിലും വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ടേബിൾ സെറ്റ് ചെയ്യാൻ. ഇതൊരു ടേബിൾ ആണ് വൈറ്റ് യൂസ് ചെയ്യുന്നത്. പല കളേഴ്സ് അവൈലബിൾ ആണ്. ഞാനിപ്പം എന്റെ വൈറ്റ് ലെമൺ യെല്ലോ ബ്ലൂ ടീമിലൂടെ മാച്ച് ചെയ്യുന്ന രീതിക്ക് അത് മേടിച്ചിരുന്നത്. ഇത് കുറച്ച് നാപ്കിൻസ് ഉണ്ട്. ഞാനത് അതിന്റെ ഹോൾഡർ വാങ്ങിച്ചിട്ടുണ്ട്. അത് ലെമൺ ടീംസ് തന്നെ വാങ്ങിച്ചത്. പിന്നെ കുറച്ച് ടേബിൾ സോപ്പ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. അത് കുറച്ച് ബ്ലൂ ക്യാൻഡിൽ ഹോൾഡേഴ്സ് ആണ്. അത് വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ക്യാൻഡിൽസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഈ വൈറ്റ് ചീസ് ക്ലോത്ത് കൊടുത്തിട്ട് അതിലേക്കൂടെ ഈ ലെമണിന്റെ ബ്രാഞ്ചസ് ലെമൺ ഉണ്ട്. അത് ഇങ്ങനെ സെന്ററിൽ കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ക്യാൻഡിൽ ഹോൾഡേഴ്സ്. മൂന്ന് ഷെയ്ഡിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ടേബിൾ റണ്ണർ ഇട്ട് കൊടുത്തിട്ട് നോക്കാം. ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ കിച്ചണോ അല്ലെങ്കിൽ ഡൈനിങ് റൂമോ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ മേക്ക് ഓവർ കൊടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മുടെ സറൗണ്ടിങ്സിന് പെട്ടെന്ന് ഒരു ചേഞ്ച് വന്ന പോലെ തോന്നി കേട്ടോ. എന്ത് ചെയ്യുന്നത് ഇതുപോലെ നാപ്കിൻ സെറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ഭയങ്കര ഈസിയാണ്. എല്ലാവർക്കും അറിയാം ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ നാപ്കിൻ ഹോൾഡർ ഇട്ട് കൊടുക്കാം. നാപ്കിൻ ഹോൾഡർ ആണ് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. താങ്ക് യു. അപ്പം നീ എന്തെങ്കിലും ഇങ്ങനത്തെ ഐഡിയാസ് തന്നെ കണ്ടോ? തൽക്കാലം ഇപ്പോൾ സമ്മർ കിട്ടിയാലാണ് ഐഡിയ. അത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കോസ്റ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ആരെങ്കിലൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റിയ ഓപ്ഷനാണ്. അപ്പോൾ ഇതൊക്കെ എവിടുന്ന മേടിച്ച സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ.